കേട്ടില്ല. എന്താ പറഞ്ഞേ? ബാഗ് മോൻ പോയിട്ടേ വരുള്ളൂ. വൈകിട്ടേ വരുള്ളൂ. ബാഗ് എപ്പോഴാ വരുന്നത് ചോദിച്ചോണ്ടിരിക്കുക. ഇന്ന് വരും. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വരും. മോൻ 7:30 പോകത്തില്ലേ? ബാഗ് ഒരു 8-8:30 ആകുമ്പോഴേ വരുള്ളൂ. ഉറക്കത്തിലും അതെ. ഉറങ്ങി അടക്ക് എണീറ്റ് കഴിഞ്ഞാലും ബാഗ് ഗുഡ് മോർണിംഗ്. ഇതിന് രാവിലെ ഇച്ചിരി ഒരു 6:15 ആയിട്ട് എണീറ്റാൽ മതിയായിരുന്നല്ലോ. അമ്മ മുട്ടക്കറിയും അപ്പോ വെള്ളപ്പം. അപ്പോ നാരായണ ചേച്ചി എണീക്കാൻ പറഞ്ഞേ. ഇങ്ങനെ കുളിപ്പിക്കാൻ പറ. പല്ലൊക്കെ തേപ്പിച്ച്. അമ്മയ്ക്ക് ഇവിടെ പണിയുണ്ടോടാ. അമ്മയ്ക്ക് പാല വരെ പോണ്ടേ. അമ്മ പാല വരെ പോവാടാ. ഇത് പാലയിൽ പോകുമ്പോ പാലെടുത്തോണ്ട് വരണോ? എടുത്തോണ്ട് വരാം. എടുത്തോണ്ട് വരാം. പാലയിൽ പോകുമ്പോ പാലെടുത്തോണ്ട് വരാവേ. കുഞ്ഞിനുള്ള അപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തെ. ഓക്കെ. എന്നെ ചുറ്റിക്കുന്നേ. ചോറ് കൊടുത്തില്ലേ? കുറച്ച് കിട്ടും. മുട്ടക്കറിയാണോ? മുട്ടണ്ടോ? ഇതെന്താ അറിയാപ്പേ? ഉള്ളിക്കറിയാണോ? അപ്പൊ മുട്ടക്കറിയോ? ഇത് ഇന്നടി മുട്ട കിട്ടിക്കോളും, വന്നോളും. വലിയ പൊങ്ങി വരുന്നോളൂ. പൊങ്ങി വരും. ഇത് പിന്നടി മുട്ടല്ലേ? ഓ, ഇതിട്ടാണ് ഇന്ന് പോന്നേ. ആണോ? ഏതായാലും ഒന്നിലും ഉറപ്പിക്കാൻ മേലായിരുന്നോ? മതി. കൊള്ളാം, സൂപ്പർ. ഡ്രസ് മാറിയോ? മൂന്നാമത്തെ ഇത് തിരിച്ചു വരുമ്പോ കാണുമോ ബട്ടൺസ് ഒക്കെ? കേട്ടോ മ്യൂസിക് കേട്ടോ. തിരിട്ട് കിട്ടും. നാളെയല്ലേ? ഇന്ന് ഇത് കൊണ്ടു, ഇന്നും കൂടെ ഇത് കൊണ്ടു. എന്റെ മോള് തന്നെ ഒക്കെ വിട്ടോ.
ഞാൻ വരുവാ. നടന്നോ അങ്ങോട്ടെ, എന്റെ പുറകെ നിൽക്കണ്ടാരും. നടന്നോ? കാത്തു പിടിച്ചോ? അതെ. എനിക്ക് സൂക്ഷിച്ച് പിടിക്കാം. അവിടെ ഇരിക്കാം. ഹായ് പറഞ്ഞു. ഇവിടെ രാവിലെ വരും, വൈകിട്ട് ഹോസ്റ്റലവിടെ ഇവിടെ അഞ്ചര 5:45. ലാസ്റ്റ് അല്ലേ രാജൻ പറഞ്ഞേക്കാം. രാജൻ പോയി ബസ് പോകുന്നു. കുളിക്കുവാ കുളിക്കുവാ. ഞാൻ സ്കൂളിൽ കൊണ്ടുപോകും. ഞാൻ ഓടി ഒരു വിധത്തിൽ കൊണ്ടുപോകായിരുന്നു. കുളിക്കുമായിരുന്നേ, ഓടി വന്നോ. രാജാവ് തോർത്തെടുത്തോണ്ട് വേഗമൊക്കെ മറ്റേ ഇത് ഇട്ടോണ്ടിരുന്ന എന്തോ കോയമ്പ്. ഈ സമയത്ത് നീ വരുന്നവിടെ മുണ്ടാക്കി എന്തായാലും വിളിക്കുമെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുമെന്ന് അറിയാം. ഒരു 7 മണിക്ക് നമുക്ക് ഇറങ്ങണം. എന്നാലും നമ്മൾ 7:00 താഴെത്തുള്ളൂ. എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊച്ച് സംസാരിച്ച് ആരാന്ന് അറിഞ്ഞു പോലുമില്ല. ചുമ്മാ വിളിച്ചെന്ന് വാ. ആരാണ് എന്നാ പറഞ്ഞ വിട്ടെ? ഒരു കുഴപ്പമില്ലല്ലോ. കണ്ടില്ലേ അവളോട് വന്നപ്പോ ഒരു പ്രശ്നമല്ല. എൻ്റെ അടുത്ത് വരുമ്പോഴേക്കാ ഈ വിളച്ചിന് പൊട്ടു. വാ ബസ് വരാറായി. ആ കാണുന്ന കെട്ടിടം വന്നില്ല തീ പിടിക്കാൻ. മൊത്തം കത്തിയില്ല കേട്ടോ, അതിനകത്ത് ഇനിയും പ്ലാസ്റ്റിക് കിടപ്പുണ്ടല്ലോ. പൊക്കടി പൊക്കടി പൊക്കടി. നടക്കടി പോകണ്ടേ, ബസ് വരും ഇപ്പം. ചെല്. ഏഴ് 40-45 അതാ സമയം. നീ എപ്പം വരും? പാലാ
വഴി പോകുന്ന ഒരു മരിച്ചടത്തിന് പോകല്ലേ മറ്റു വരുമെന്ന് ആർക്കറിയാം. നിൽക്കുന്നേ അവിടെ നിൽക്കാനാണ്. ഇതിലൊക്കെ ഇപ്പൊ ഇറക്കുന്നതല്ലോ. നിന്റെ അല്ലേ ഇവിടുത്തെ കൊച്ചിൻ്റെയാ. യൂണിഫോം ഞാൻ ഒരെണ്ണമെങ്കിലും തരാൻ പറഞ്ഞ ഇവിടുത്തെ അവിടെ കറണ്ട് പോയത് ഇന്നലെ പോയിട്ടില്ല. ചേട്ടൻ പറ്റുന്നില്ല കറണ്ടിലോട്ടം കൊണ്ടാ. കറണ്ടുണ്ടെങ്കിൽ കറണ്ടുണ്ടെങ്കിൽ മിഷൻ എളുപ്പമാണ്. പക്ഷെ കറണ്ട് ഇല്ലാത്തപ്പോൾ സാധാ മിഷൻ തന്നെ എപ്പോഴും നല്ലത്. എന്നും ഉണ്ടല്ലോ ഈ ലോറി. അതാണോ വണ്ടി? അല്ല, അടുത്ത വണ്ടിയാ. അത് വീട്ടിലുണ്ട്. ഞാനും നാരായണി മാത്രമേ ഉള്ളൂ. സിംബ നീ ഉണ്ടല്ലേ? പൊക്കോ, കൂട്ടിക്കയറ, പോ, കൂട്ടിപ്പോ. ശാംഭവിയുടെ ഭാഗ്യ ശാലം തീരെ ചെറുതല്ല. അവളല്ലല്ലോ എടുക്കുന്നത്. ആയി എടുത്ത് അവിടെ വെക്കുന്നില്ലേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ കളറ് തന്നെ ആണെന്ന് അറിയണമല്ലോ. നീ പൊട്ടിച്ച് തരാം.
അങ്ങോട്ട് വരൂ. കറക്റ്റല്ലേ? പെട്ടെന്ന് നനയത്തില്ലാത്ത ഞാൻ കിടന്നുറങ്ങി. ആരാണ് ഇവിടെ ടി വിയും കണ്ടിരിപ്പുണ്ട് രാവിലെ തൊട്ട്. ചോറുണ്ടോ? സിംബായ അഴിച്ചു വിട്ടപ്പോൾ തന്നെ അവൻ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം, അങ്ങോട്ട് പോകാൻ വേണ്ടി എന്തോ മണം പിടിച്ചിട്ട്. അപ്പോൾ ഞാൻ എന്നാന്നറിയാൻ വേണ്ടി അങ്ങോട്ട് തുറന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചക്ക വേണമായിരുന്നു ആ പ്ലാവിൻ്റെ ചോട്ടി. ആ ചക്കപ്പഴം തിന്നാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം മിക്കവാറും ചാടിപ്പോയതും അതായിരിക്കും. ചക്കപ്പഴത്തിൻ്റെ മണം വല്ല എവിടുന്നേലും കിട്ടിക്കാണോ, അങ്ങനെ തിന്നാൻ പോയതായിരിക്കും. ഞാൻ അവിടെ നിന്ന് ചക്ക തിന്നുന്നുണ്ട്, കാണാൻ പറ്റുമല്ലോ. അപ്പോഴത്തേനാണ് ഈ റോക്കി എന്ന് അതിൻ്റെ കൂടെ തിന്നാൻ ചെന്നത്. അവിടെ കിടന്ന് ഭയങ്കര അലമ്പ്. അവനിട്ട് ഓടിച്ച് അവനിവിടെ വന്ന് നിൽക്കുക. ഇപ്പം കിട്ടുന്ന കീറി കിട്ടിയോടെ ചക്കപ്പഴം വീക്ക്നെസ് അവന്. വീണപ്പം തൊട്ട് കിടന്ന് കുറയായിരുന്നു, മണം അടിക്കുന്ന. ഇവര് വീട് അത് മഴ വരുമ്പോൾ നമ്മളാ ഇരിക്കുന്ന ഭാഗം നനയത്തില്ല. ബാക്കി അവിടെ കുറച്ച് ഭാഗം ചെയ്യാനുണ്ടല്ലോ. അതെ അതെ. അല്ല, ഇതെല്ലാം ആസ്വദിച്ച് തീർന്നിട്ട് വേണമല്ലോ ആ ഒരു ടൈം വരാൻ. ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് വേണം ആസ്വദിച്ച് ആവശ്യം. ഷാമ്പൂയുടെ കാര്യം പറഞ്ഞ പോലെ. അല്ല, ഇതിന് കിട്ടുന്നത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ ആര് ഇറങ്ങി അങ്ങോട്ട് പോയി. വാ, ഞാൻ പറഞ്ഞു ഞാനല്ല എൻ്റെ കൂടെ വരുന്നത്. ആരുടെ കൂടെ പോകുന്നത്? പാലും മേടിക്കാം. വാ, ഇങ്ങോട്ട് വാ. വണ്ടി പോട്ടെ. വണ്ടി വാ. എവിടെയാ നിർത്തുന്നത്? പാലോ? പാലം മേടിക്കുന്നത് ഇവിടെ എനിക്കറിയത്തില്ല എവിടെയാണ്. ഈ സ്ഥലമൊക്കെ പഠിക്കണം കേട്ടോ.
ഉമ്മ വന്നിറങ്ങുമ്പോഴേ വീട് എവിടെയാ വാല എവിടെയാ? ഇല്ല, വായി വന്നു. പിന്നെ വായി വന്നില്ലേ? പാലോ? അത് ഞാൻ പറയാം. പുറത്തോ ആ അവിടെ ഉണ്ട്. ആ അതെ, നിന്റെ കോട്ടം തീയടി. നിന്റെ ഇതിൻ്റെ മുകളിൽ മേളിൽ വേറെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എന്ത് ചെയ്യും? ആരും ഊരി? എന്നാ തന്നെ ഊരിയോ? അതെന്തിനാ ഊരിയേ? നിങ്ങളെ ഭയങ്കര അലമ്പല്ലേ സ്കൂളിൽ? പാലൊക്കെ മേടിക്കാം. പാല് മേടിക്കാറ്. എന്നാ എന്നാ ആണോ? ആ വാ, സാരമില്ല, നമുക്ക് വീട്ടിൽ പോയിട്ട് മാറാം. വാ. നമ്മൾ ടീമോ എന്നാ അതിന്റെ വള്ളി കളഞ്ഞു. നിന്റെ ചെരുപ്പിന്റെ സാധനം കളഞ്ഞല്ലോടി. നിന്റെ കോട്ട് കളഞ്ഞു, ചെരുപ്പിന്റെ കളഞ്ഞു. ആ നീലച്ചെരുപ്പിന്റെ കിടപ്പുണ്ടോ അവിടെ? വള്ളി കണ്ടോ? ഇല്ലേ, അത് സാരമില്ല. അതിന്റെ ഇത് കയറ്റിയിടാനാ ഇതല്ലേ? പാലോ? പാലിന് മുമ്പ് അക്ഷരപ്പണ്ണൻ. പോണ്ടേ? ശരിയായില്ലേ? മറ്റേ ഓക്കെ അല്ലേ? അതൊക്കെ കിട്ടുന്നുണ്ടല്ലോ. മറ്റേ കിട്ടുകയില്ല. മലയാളം കണ്ടില്ലേ? മലയാളം നിന്നെ നോക്കുന്നു. തണുപ്പുണ്ട്. അതെ, പുറകില്. അതാരാടി? വിളിക്കുന്നവരെ നീ നോക്കല്ലേ? അത്തച്ചി എന്നാണ്. എല്ലാം പരിചയക്കാർ. എളുപ്പമാന്ന് ചോദിച്ചു കേട്ടില്ലേ? പാല് മേടിക്കണമെന്ന് ഇപ്പം സ്കൂളിൽ പോയാ. എന്നാടി നിനക്ക് പാലോ? എന്നാ രീതി പാലെവിടെയാ? നീ തപ്പ്. ഇടിക്കും കേട്ടോ, ഇടിക്കും ഞാൻ. ഇടിക്കണോ? ജയന്തി ജയന്തി ഉണ്ടോ? ആണോ? എനിക്കറിയത്തില്ല, നിനക്കറിയോ? ഏതാ? ഓ, അതിൻ്റെ ആവശ്യമില്ലോ. ഇതാണോ? ഇതാണോ? ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേറ്റ് കുളിച്ചല്ലോ. ഇല്ല, എങ്ങനെ പോകാനാ? തിരക്കല്ലായിരുന്നു, ഒരു പരിപാടിയായിരുന്നു.
മുളയുടെ പറ്റണോ വെട്ടാൻ ഒന്നുമില്ല അല്ലാണ്ട് എന്നെ കൺഫ്യൂഷനാക്കി. കേട്ടോ ചാറ്റ തന്നെ ആരാ അത് ഇത് നോക്ക് ഇത് നിന്നെ വിളിക്കുന്നു ടാറ്റ കൊടുക്കാൻ കൈ വെച്ച് വാങ്ങോട്ടേ ഉള്ളൂ. പാല് തരുന്നേ. ആ ജയം മേടിച്ചോണ്ടിരിക്കും നമുക്ക് പോവാം വേണ്ട പോകട്ടോ. ഓരോ സാധനം കാണുമ്പോഴത്തേക്ക് ചെരുപ്പില്ല. ഒരു വള്ളി കാണും അപ്പൊ ശരിക്കും ഒരു വള്ളി കാണുന്നില്ല. ഇങ്ങനത്തെ ഇതിനകത്ത് കാണുമായിരിക്കും. കോട്ടെന്ത് കോട്ട് ഇതിനകത്തുണ്ട്. കാണിച്ച് ആ പല്ല് വന്നു. ഇപ്പോ നിന്നെ വിളിക്കുന്നു കുച്ചുമൻ ചേട്ടായി ഞാനാ കുച്ചുമൻ ചേട്ടായി നിനക്കറിയില്ല എന്നെ ആ മോൻ വീട്ടിൽ പോണോ ഞാനാ കുച്ചുമൻ ചേട്ടായി ഞാനാടാ പെണ്ണെ എന്റെ സ്ഥലമോ നമ്മൾ മുണ്ടൊക്കെ മോന്റെ വീടിനടുത്ത് ഇതേ വീട് നമ്മുടെ വീട് ഇതല്ലേടാ പെണ്ണെ ഇവള് സ്കൂളിൽ പോയാ വിളിച്ചോണ്ടാ പോയ ഇവളെ ഇത് വേറെയാണോ മതിയോ കുളിച്ചില്ലടാ ഇന്ന് നീ എവിടെ പോവാന്നോ അടി 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 വീടിനകത്തൊക്കെ ചുമ്മാ ആ ഇതെല്ലാം കയറിപ്പോയടി ഞാൻ ഇതൊരെണ്ണം എടുക്കണമെന്ന് ഓർത്തായിരുന്നേ അത് കയറിപ്പോയി ഡോറൊക്കെ നിക്കേ നീയല്ലേ എപ്പം വരാം അവിടെ നിൽക്കേ ഹായ് ലൈറ്റ് കിടക്കുന്നു മോളെ വേണ്ട നീ വരണ്ട നീ വന്നേച്ചാ മതി അമ്മച്ചാണോ അമ്മച്ചേ കുളിക്കാ മതിയോ ആ എന്തി ജയമ നിന്റെ ഒപ്പം നടന്നു വരികയായിരുന്നേ ജയമന്തി നീ എന്തിനാ ഓടിയത് നിനക്ക് പയ്യെ പോകത്തില്ലേ നിനക്ക് ഇച്ചിരി പയ്യെ നടന്നേനാ എന്തി ഭാഗ്യം എന്തി ജയന്തി ആ ജയന്തി അടി
അവിടെ നിന്ന് വരുന്നേ ഉള്ളൂ. നിനക്കൊരു പണിയില്ലേ? ഇന്നലെ ഇവിടെ ഒന്നും ആരും ഇല്ല നിനക്ക് വർത്താനം പറയാൻ. ആരും ഇല്ലടി, ചുമ്മാ ഹായ് നോക്കുവാണോ? അന്തി ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നേ? തലക്കിലടിക്കല്ലേ? ഇടിക്കും ഞാൻ വടിയെടുത്ത് കൈ പിടിക്കട്ടെ. വേണ്ട എന്നാ പോകൂ. എന്നാൽ തലക്കെട്ടടിക്കില്ലേ? എന്നാണ്ട് വിശേഷമൊക്കെ? സുഖമാണോ? സ്കൂളിൽ എന്നാ ഉണ്ട് വിശേഷം? എന്നാ ചോറിന് കറി? സാമ്പാർ. എന്നും സാമ്പാറാണോ? നല്ല സാമ്പാറാണോ അടി? അതെന്നാ വീട്? വാ. 6 വീട് അടി? 6 ആണോ? നിനക്കറിയത്തില്ല? ആ നീ പറ, ഇന്ന് എന്നായിരുന്നു കറിയൊക്കെ? പിന്നെ ചമ്മന്തി ഇല്ലേ? പിന്നെ സാമ്പാർക്ക് ആണോ? വേണം പഠിപ്പിച്ചാ ടീച്ചർ എന്നാ പറഞ്ഞേ? ടീച്ചർ റൗണ്ടോ? റൗണ്ടാണോ പഠിപ്പിച്ചേ? 1-2 വല്ലതും ഉണ്ടോ ഓടി? ചേട്ടൻ ജോലിക്ക് പോയി, തയ്ക്കാൻ പോയി. ആ പഠിച്ചോ? ഇല്ലേ? ബാഗില്ലേ? ടി വി കാണുമായിരുന്നു. നീ ഒന്നും വരണ്ട. ഇതെല്ലാം കഴിക്കണ്ടേ വീട്ടിൽ പോയി? പോയി സ്കൂളിൽ പോയി. എന്തായാലും മണ്ടായിട്ടുള്ള കോട്ട അതൊക്കെ ഊരി ബാഗിനകത്താക്കി. ഇത് ജയ വരുന്നുണ്ട് കുറേ. അങ്ങോട്ട് പോയപ്പോൾ കോട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ഉണ്ടോ? ഓട്ടം ഡോക്ടർ പറഞ്ഞ പോലെ ഡോക്ടർ തോറ്റുപോകത്തേ ഉള്ളൂ. ഡോക്ടർ തന്നെ പറഞ്ഞതെന്നറിയോ? ഒരു ഡോക്ടർ ഇവളെ നല്ലപോലെ മടുപ്പിക്കണമെന്ന്. ഇവൾക്ക് ഹൈപ്പർ ആക്റ്റീവ് ആയതുകൊണ്ട് ഇവളെ നടത്തിയൊക്കെ ഇങ്ങനെ നടത്തി മടുപ്പിക്കണം. അവൾക്ക് മടുക്കണം അവൾക്ക്, എന്നാലേ ഇവളുടെ ഇത് കുഴപ്പമാണ്. പക്ഷേ ഇത് കണ്ടോ, രാവിലെ സ്കൂളിൽ പോയവളാ തിരിച്ചു വന്നിട്ട് ഇത് നടന്നു കയറാനുള്ളതിന് ഓട്ടമാണ്, ഓടിക്കയറുന്നു. ഞാനിവളുടെ കൂടെ വന്ന് ഞാൻ മടുക്കുന്നുണ്ട്. ജയ ഒട്ടും വരികയല്ല. ജയത് അവിടെ കിടപ്പുണ്ട്, ഇതുവരെ എത്തിയിട്ടില്ല. ബാഗ് ഏത് ബാഗ്? ബാഗൊക്കെ വന്നിട്ടുണ്ട്, അവിടെ ഉണ്ട്. തുറക്കാടി വേ. എത്തി. എടി ഇവളെ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി കുളിപ്പിക്കേ. പാൻറ്റൊക്കെ കീറി. ഇതുണ്ടോ? കോട്ടൊക്കെ ഊരിക്കളഞ്ഞു ബാഗിനകത്ത്. ഇത് ചെരുപ്പിൻ്റെ മറ്റേ വള്ളിയും തിന്ന് നോക്കിയാൽ പുറകിൽ. ചോദ്യം ചെയ്യാം അവളെ. ചെരുപ്പിൻ്റെ വള്ളി കളഞ്ഞു, കോട്ടെടുത്ത് ഊരി ബാഗ് ഇട്ടു. എന്നാ കൊള്ളാം കൊടുക്കടി, എടുത്തോട്. അവിടെ ഇരിക്കേ, തരാം. അവിടെ കുളിക്കണം, പിന്നല്ലാതെ. ബാഗ് മേടിച്ചു കുളിച്ച് പെട്ടെന്ന് കുളിക്കരുത് കൊച്ചിനെ.
ഇടാം. വാട്ടർ ഓർഡർ വന്നില്ല. വാട്ടർ ബോട്ടിൽ നമ്മൾ ചെയ്തില്ല. ഇനി നിനക്കിപ്പോൾ അവിടെ വെള്ളം ഉണ്ടല്ലോ, ചെയ്യാം. നല്ല വാട്ടർ ബോട്ടിൽ കിട്ടുമ്പോൾ ചെയ്യാം. സ്കൂളിൽ പോയി കഷ്ടപ്പെട്ട വന്ന കൊച്ചു ഇതിന് ഇത്ര ക്ഷീണം ഇല്ലാതാണല്ലോ കയറി വന്നേ. അതിനെ വെയിറ്റ് അതിനെ തന്നെ ഉള്ള നീ തന്നെ വല്ല ബോംബ് കേട്ടോ പോയത് പഴം നന്നായിരുന്നു ചേച്ചാൻ. അത് അയ്യോ ആണോ ഇത്ര വെയിറ്റ്? പിന്നെ പഴത്തിന് വെയിറ്റ് ഇല്ലേ? നീ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നാണോ വന്നേ? മുണ്ടക്കന്നല്ലേ നടന്നുള്ളൂ. ഇതന്നെ അവിടെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു കപ്പയെ കൊണ്ടുപോകും. നിങ്ങൾ എന്നാ മണിയാ കാണിക്കുന്നത്? ഒന്നുമില്ല, വെയിറ്റ് ഒന്നും കഴിക്കും. ഒന്നുമില്ല അവിടെ കടയിൽ. ആ കപ്പ വന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മളിവിടെ ഇരിക്കുന്ന സാധനമാണ് ഇത്. മുട്ട കഴിക്കാൻ നെറ്റെടുത്ത് വെക്കണം. അത് വേണേ സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയാ. പൊരി നീ പോയി കുളിക്കാൻ നോക്ക്. ഞാൻ കുടിക്കുവാ. അവളെ കുളിപ്പിക്കട്ടെ. അവളെ കുളിപ്പിക്കട്ടെ. ബാത്റൂമിൽ പോയാവോ? പോയോ? ബാത്റൂമിൽ പോയി പിന്നെ വെള്ളം കുടിച്ചു. പിന്നെ പിന്നെ എന്നാ ചെയ്തേ? ഇങ്ങനെയൊന്നുമില്ല. എടി ആരാണ് നീയാണോ ഇത് തിന്നേ? എന്നിട്ട് ഇത് പാത്രം കഴുകി വെക്കാതെ ഇവിടെ നിന്ന് ഇതെടുത്ത് മാറ്റുക പോലും ചെയ്യാതെ ഇവിടെ വെച്ചേക്കുന്ന ആർക്കാ? പറ ഇത് ഫുൾ ടൈം ടി വി കാണിച്ചില്ലായിരുന്നു. നിനക്ക് ഇത് ചെയ്തല്ല. ഒരു സ്ഥലം ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറുമ്പോൾ തന്നെ ആ മൊത്തം വൃത്തിയാക്കിയിട്ട് പോകണം. സംഗീത ആരാ? ചേച്ചിയാ. ചേച്ചിയോ? ഇന്ന് തന്നെ ഉണ്ടോ വിശേഷമാക്കാം സ്കൂളില്? ഇവളുടെ യൂണിഫോം ഞായറാഴ്ച വരുന്നല്ലേ പറഞ്ഞേ? ഇന്ന് രാവിലെ ചോദിക്കാൻ തരാം. പിന്നെ ഫോട്ടോ എടുക്കണം. ഇത് ബാഗ് കാണിക്കാൻ പോവാ. നിനക്ക് അങ്ങനെ തന്നെ വേണം. നീ ഇങ്ങോട്ടോ ചെളി പറ്റും. ഇങ്ങോട്ട് വന്നിട്ട് തുറക്കാം. എന്നാ അടി വലിച്ചു പറിക്കാനുള്ള അതല്ല ഒന്നുമില്ലോ. അത് പറിക്കാവോ? അതിന്റെ കാര്യം തീരുമാനമായി. ആ ബാഗിന്റെ പേരെന്നടി എഴുതിയേക്കുന്ന ഫ്രണ്ടില്? ആ എന്നാ എഴുതിയേക്കുന്നത്? ചേച്ചി എന്റെ ബോക്സ് വെക്കും, വെള്ളം വെക്കും, എല്ലാം വെക്കും. കൊണ്ട് കൊടുക്കുമ്പോ കുടിക്കാത്ത അല്ല തിന്നാത്ത. പിന്നെ അവള് സാമ്പാറ് ഇഷ്ടമാണ്. ഇതാതെയാ എന്റെ ആണ്. അങ്ങോട്ട് വരുമ്പോ ഞാൻ തരുന്നുള്ളൂ. ഞാനല്ല, പിന്നെ ഹെന്ന. എന്നാ സിസ്റ്ററോ? ഏത് പാട്ടാ പഠിപ്പിച്ചേ? എനിക്കറിയില്ല. അറിയത്തില്ലേ? ഞാൻ പറയാം. രാത്രി ശിവരാത്രി ഇവന്റെ പാട്ടല്ലേ? സന്തോഷപ്പെടുത്തിന് പാടല്ലേ? നാണവാട്ടിന്നാണ്. ശിവരാത്രി ശുഭരാത്രി. ശിവരാത്രി എന്നും 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 കാത്തു വന്നോടാ ഇന്ന്.
മറ്റേ വേറെ പാട്ടില്ലേ ധോണി സ്കൂളിലെ പാട്ടേ പിന്നെ ധോണി എസ് പപ്പ ഇച്ചു ഷുഗർ നീ പപ്പ എരുമില്ലവും ആഹാ Telling lies, no papa. അമ്മ നടക്കി സ്കൂളിൽ എഴുതപ്പെട്ട അവത്തെ വേറെ പാട്ട് കാത്തിരുത്തി നമ്മളെ വെല്ലാനും മറ്റേത് കാത്ത് കുഞ്ചിയമ്മയ്ക്കൊരു മക്കളാണ് കൊഞ്ചോമനക്കൊരു തുമ്പി കടിച്ചൊരു നമ്മളെ പഞ്ചായത്ത് പഞ്ചായത്ത് കുഞ്ചല്ലോ കുഞ്ചിയമ്മയ്ക്കൊരു കുഞ്ഞു മക്കളാണ് അഞ്ചാമനോമന കുഞ്ചുവാണ് കുഞ്ചിയമ്മയ്ക്കൊരു അഞ്ചു മക്കളാണ് അഞ്ച് മക്കളാണ് കുഞ്ചിയമ്മയ്ക്കൊരു മക്കളാണ് പഞ്ചോമനയ്ക്കൊരു ഓമനാണ് കൊഞ്ചിത്തിരുന്നത് വന്നെ കുഞ്ചു ഹിന്ദി കടിച്ചു കൊഞ്ചു താമരപ്പ് പട്ടിനീരാ